നമസ്കാരം, നവമി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പെൺകുട്ടികളുടെ ബർത്ത്ഡേക്കൊക്കെ സ്പെഷ്യലായി തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഡോട്ട് കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. ഇത് ഞാൻ എൻ്റെ മോളുടെ ബർത്ത്ഡേക്ക് വേണ്ടി തയ്യാറാക്കിയതാണ്. വളരെ ഈസി ആയിട്ടും നല്ല ടേസ്റ്റിലും തയ്യാറാക്കാൻ പറ്റിയ ഈ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഞാൻ ഈ കേക്ക് തയ്യാറാക്കുന്നത് ഇതുപോലുള്ള ഒരു കേക്ക് ടിന്നിലാണ്. അതിനായി ആദ്യം ഈ ടിന്നൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ആദ്യം കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് മൈദ തൂവിക്കൊടുത്ത ശേഷം അത് എല്ലാ ഭാഗത്തേക്കും തട്ടിക്കൊടുക്കാം. അധികം വരുന്ന മൈദ കൊട്ടിക്കളയാം. ഇപ്പോൾ നമ്മുടെ കേക്ക് ടിൻ ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം അരിച്ചെടുത്ത് വെക്കാം. അതിനുവേണ്ടി നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ക്ലീൻ ബൗൾ എടുക്കാം. ഒരു അരിപ്പ വച്ച ശേഷം അതിലേക്ക് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം അരിച്ചെടുക്കാം. ഇതൊരു 3 പ്രാവശ്യം അരിച്ചെടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. കേക്ക് ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 4 വലിയ കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. മുട്ട റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഈ മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഒന്ന് വേർതിരിച്ചെടുക്കണം. നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ക്ലീൻ ബൗൾ എടുത്ത ശേഷം മുട്ടയുടെ വെള്ളയും മഞ്ഞയും വേർതിരിച്ചെടുക്കാം. മുട്ടയുടെ വെള്ള പൊട്ടിച്ചൊഴിക്കുന്നതിൽ മഞ്ഞക്കരി വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇത് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനൊരു ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ചിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. മുട്ടയുടെ വെള്ള ഇതുപോലെ ഒന്ന് പതഞ്ഞ് വന്നാൽ അതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെയായി ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. നല്ല പോലെ ബീറ്റായി കഴിഞ്ഞ ശേഷം ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് ഒന്നുകൂടെ ചെറിയ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് മുട്ടയുടെ മഞ്ഞക്കരു ഓരോന്നായി ചേർത്ത് കൊടുത്ത് ചെറിയ സ്പീഡിലിട്ട് തന്നെ ബീറ്റ് ചെയ്യാം. അധികം സമയം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. മുട്ടയുടെ മഞ്ഞക്കരു നന്നായിട്ട് ആ മിക്സിൽ ഒന്ന് യോജിച്ച് കിട്ടിയാൽ മാത്രം മതി. ഇനി നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന മൈദയുടെ കൂട്ട് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് യോജിപ്പിച്ചെടുക്കാം. സാവധാനം വേണം മൈദയുടെ കൂട്ട് മുട്ടയുടെ കൂട്ടിൽ യോജിപ്പിച്ചെടുക്കാൻ വേണ്ടി. ഇതുപോലെ ഫോൾഡ് ചെയ്ത് കട്ട് ചെയ്ത് വേണം മിക്സ് ചെയ്തെടുക്കാൻ. ബാറ്റർ ഓവർ മിക്സ് ആവാതെ നോക്കണം. അങ്ങനെ ആയാൽ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടൂല. ഇപ്പോൾ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതിനി കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു സ്ക്യൂർ ഉപയോഗിച്ച് ഇതുപോലൊന്ന് വരച്ചാൽ എയർ ബബിൾസ് പെട്ടെന്ന് പോയി കിട്ടും. ഇതിനി 5-8 വട്ടം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിത് ഒരു ഇഡ്ഡലി പാത്രത്തിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അതിനുവേണ്ടി ഒരു ഇഡ്ഡലി പാത്രം 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഈ കേക്ക് ടിൻ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇതിനി ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഒരു 40 മുതൽ 50 മിനിറ്റ് വരെ സമയമെടുത്ത് ബേക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ 40 മിനിറ്റ് ആയിട്ടുണ്ട്. ഒന്ന് തുറന്ന് നോക്കാം. ഒരു സ്ക്വയർ വെച്ച് ഇതൊന്ന് കുത്തി നോക്കാം. സ്ക്വയർ ക്ലീൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ കേക്ക് നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. സ്ക്വയർ വെച്ച് കുത്തി നോക്കുമ്പോൾ മാവ് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ 5-10 മിനിറ്റും കൂടി മൂടി വെച്ച് ബേക്ക് ചെയ്തെടുക്കണം. ഇനി ഇത് ഈ പാത്രത്തിൽ നിന്ന് മാറ്റാം. ചൂടൊന്ന് ആറിയ ശേഷം സൈഡ് ഒന്ന് വിടിയിച്ച ശേഷം കേക്ക് മറ്റൊരു പാത്രത്തിലേക്ക് നന്നായി ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഐസിങ് ചെയ്യാൻ വേണ്ടി ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ വിവോൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. 1.25 കപ്പ് ക്രീമാണ് ഈ കേക്കിന് വേണ്ടി എടുക്കുന്നത്. ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ബീറ്റ് ചെയ്യാനുള്ള ബൗളും ബീറ്ററിൻ്റെ ബ്ലേഡും 1 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുത്തതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ക്രീം പെട്ടെന്ന് തന്നെ സ്റ്റിഫായിട്ട് കിട്ടും. ഇപ്പോൾ ക്രീം നന്നായി ബീറ്റായി നല്ല സ്റ്റിഫായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കേക്ക് നന്നായി ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് ഞാൻ 5 ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ കേക്ക് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഐസിങ് ചെയ്യാൻ തുടങ്ങാം. ഒരു ടേൺ ടേബിളിൻ്റെ പുറത്ത് കേക്ക് ബോർഡ് വെച്ച ശേഷം കുറച്ച് ക്രീം അപ്ലൈ ചെയ്യാം. ഐസിങ് ചെയ്യുമ്പോൾ കേക്ക് തെന്നിപ്പോതിരിക്കാനാണ് ഇങ്ങനെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ആദ്യം ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് ഷുഗർ സിറപ്പ് വെച്ച് നന്നായി വെയിറ്റ് ചെയ്യാം. 1/4 കപ്പ് പഞ്ചസാര 1/2 കപ്പ് വെള്ളത്തിൽ തിളപ്പിച്ച ശേഷം നന്നായി തണുപ്പിച്ചെടുത്തതാണ് ഷുഗർ സിറപ്പ്. ഇതിൻ്റെ മേലെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ക്രീം ഒന്ന് ലെവൽ ചെയ്ത ശേഷം കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സൊക്കെ ക്രഷ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി എല്ലാ ലെയറും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി കേക്ക് മുഴുവനായും ക്രീം വെച്ച് ട്രം കോട്ട് ചെയ്തെടുക്കാം. ഇതിന് 1/2 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. ബാക്കിയുള്ള ക്രീമിലേക്ക് കളർ മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ബേക്കേഴ്സിൻ്റെ ആപ്പിൾ ഗ്രീൻ കളറാണ് ഉപയോഗിക്കുന്നത്. ഞാൻ 1/2 ടീസ്പൂണോളം കളർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ബീറ്റർ ഉപയോഗിച്ചിട്ടാണ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. ഞാൻ സ്റ്റാർ നോസിൽ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇത് ഈ കേക്കിൽ ഇതുപോലുള്ള പൂവ് പോലെ വരച്ചെടുക്കാം. കേക്കിൻ്റെ ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് ചെയ്യുന്നത്. കേക്ക് മുഴുവനായും ക്രീം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡോള് ഇതുപോലെ ഇറക്കി വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലുള്ള ഡോളാണ് എടുത്തിരിക്കുന്നത്. ഇതാകുമ്പം എളുപ്പം കുത്തി വയ്ക്കാൻ പറ്റും. സാധാരണ പോലുള്ള ഡോളാണെങ്കിൽ അതിൻ്റെ കാല് രണ്ടും സെല്ലോ ടേപ്പ് വെച്ചൊന്ന് ഒട്ടിച്ച ശേഷം കേക്കിൻ്റെ സെൻറ്ററിൽ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്ത ശേഷം ഇനി ഇറക്കി വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി ബാക്കിയുള്ള ഭാഗവും ക്രീം വെച്ച് തന്നെ ഡിസൈൻ ചെയ്തെടുക്കാം. ചെറിയ സ്റ്റാർ നോസിൽ വെച്ചിട്ടാണ് പാവയ്ക്ക് ഉടുപ്പ് ഡിസൈൻ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഡോട്ട് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ്. കേക്കിൽ എഡിബിൾ ആയിട്ടുള്ള ഷുഗർ ബോൾസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കേക്ക് കട്ട് ചെയ്യാം.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായി വീഡിയോ കാണുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോയ്ക്ക് തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെൽ ബട്ടൺ മറക്കാതെ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ആക്കി വയ്ക്കുക. എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ. താങ്ക്